അത് ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടിയെ കൊണ്ട് അങ്ങനെ പാടിക്കുന്നത് പോലെ അമ്മയാണ് പാടുന്നത്. പക്ഷെ അമ്മയാണ് പാടുന്നത് കൂട് വിട്ട് കൂട് മാറി നമ്മളതിലേക്ക് അറിയല്ലോ. മറ്റൊരു അതായത് കുട്ടിയെ കൊണ്ട് കുട്ടിയിലൂടെ അമ്മ പാടുന്നതായിട്ടാണ് ആ സിനിമയിൽ അതിനെ നമ്മൾ ചിത്രീകരിച്ചു. അപ്പോ അത് ഇതുവരെ കാണാൻ അതില് തുമ്പി ചോദിക്കുന്ന തുമ്പി എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിയാണ്. അപ്പൊ തുമ്പിയെ കൂടെ അച്ഛനെ അപ്പൊ അച്ഛനായിട്ട് അച്ഛനാണെങ്കിൽ അവരെ ഒരു തൊട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നതായിട്ട് കുട്ടിയെ കാണുകയും അപ്പൊ ഈ കുട്ടി ഈ അച്ഛനെ കുട്ടിയുടെ സാഹചര്യത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ തുമ്പിക്ക് യാത്ര ചെയ്യുന്ന പരിമിതിയുണ്ട്. അത്ര ദൂരം പറക്കാൻ സാധിക്കില്ല. അപ്പൊ വളരെ വിദൂരത്തിലേക്ക് പറക്കാൻ സാധിക്കുന്ന പച്ചക്കുതിരയെ നമുക്കറിയാം. അപ്പൊ പച്ചക്കുതിരയുടെ നേരിട്ട് പോയി തുമ്പിയുടെ തൊട്ടിലടക്കം ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെയും കൂട്ടി ഈ കുഞ്ഞിന്റെ അടുത്തേക്ക് വരാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള അതുവരെ നമ്മൾ കേട്ട് പരിചിതമായ താരാട്ട് പാട്ടുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടുള്ള രചനാ വൈഭവമായിരുന്നു അങ്ങനെയാണ് പിന്നീട് മലയാള ഗാനശാലയിൽ സ്ഥിരം ഒരു സാന്നിധ്യമായിട്ട് വരാൻ പിന്നീട് ഇത്രയത്ര ഗാനങ്ങൾ 250 2000 ഗാനങ്ങൾ മലയാളിക്ക് അതില് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ പാട്ടുകൾ മുന്നായിട്ട് നമുക്ക് വിവിധ ഞാനൊക്കെ പറഞ്ഞ ശാസ്ത്രമുണ്ട് അവിടെ. ഒരുപക്ഷെ ഏറ്റവും വലിയ കുട്ടിയത് അതിനപ്പുറത്ത് ആത്മീയതയുണ്ട്. പിന്നെ ഇവിടുത്തെ മലകളെയും നദികളെയും ഇങ്ങനെ മലയാളി കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചും സൗന്ദര്യത്തെ കുറിച്ചും മലയാള ഭാഷയെ കുറിച്ചും ഒക്കെ പ്രണയത്തെ കുറിച്ചും പ്രണയ സാഹചര്യത്തെ കുറിച്ചും വിരഹവേദനയെ കുറിച്ചും ഇങ്ങനെ എന്താ പറയുക എഴുതാവുന്ന മേഖലകളില്ല. അതില് എല്ലാ കാര്യങ്ങളും തൊട്ട് സ്പർശിച്ചു പോവുക എന്ന് പറയുന്നത് ഈ ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ ചെയ്യുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രം നോക്കുകയാണ്. വയനാടിന്റെ പ്രണയ ഗാനങ്ങൾ പക്ഷേ എന്നെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് ഗണപതി ഈ 2000 ഗാനങ്ങളില്ല ഒരു അവരുടെ 1000 ഗാനങ്ങൾ തന്നെ പ്രണയഗാനങ്ങളായിട്ടുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷമായ പ്രത്യേകത. ആ പ്രണയഗാനത്തിന്റെ പ്രത്യേകതയുണ്ട്. പലപ്പോഴും പ്രണയത്തെ അതുവരെ നമുക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ സങ്കല്പങ്ങളെയെല്ലാം തിരുത്തി എഴുതുകയായിരുന്നു വയനാട്ടിലെ രചന ഗ്രന്ഥങ്ങളുടെ തന്ത്രത്തിലൂടെ. ഒരുപക്ഷെ നമ്മള് മലയാളി സാധാരണ സ്ത്രീകൾ നമ്മൾ പറയുന്ന കാര്യമുണ്ട്. സ്ത്രീ എന്ന് പറയുന്നത് പോലെ മഴ പെയ്ത വീട് ഒരു വീടിനെ പ്രണയിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് നമ്മൾ സാധാരണ അങ്ങനെയുള്ള സമൂഹത്തിൽ ജനിച്ച പ്രണയം എന്ന് പറയുന്നത് അത് പാടില്ലത്രേ. പക്ഷെ അവിടെ മേലെ ഭാഗത്തെ നീതിയെ പ്രണയിക്കാൻ വേണ്ടി പ്രചോദിപ്പിക്കുകയാണ്. അവിടെ പഞ്ചമി ചന്ദ്രന് അങ്ങനെ എന്ന് പറഞ്ഞ അപ്പോ മേഘമാനത്തെ മുന്നിക്കുരിയെ ഉന്നയിക്കാൻ പഠിക്കുന്നു. മാത്രമല്ല സ്ത്രീകളെയൊക്കെ വലിയ എത്രമാത്രം മാതൃകയാണ്. സാധാരണ ഈ അഭിസംബോധനയാണ് ഈ വയനാടിന്റെ പാട്ടുകളുടെ മറ്റൊരു പ്രത്യേകത. ചക്രവർത്തിനി ഇലക്കുഞ്ഞാനന്റെ ശില്പഗോപുരം പോലെ ചക്രവർത്തിനി എന്നാണ് നമ്മൾ സാധാരണ രാജകുമാരി പ്രിൻസ് അല്ല, രാജകുമാരിയല്ല, മാത്രവുമല്ല പ്രിൻസസ് അല്ല, പ്രിൻസുമല്ല, രാജകുമാരിയുമല്ല, രാജ്ഞിയുമല്ല. രാജ്ഞിമാരുടെയും രാജ്ഞിയായിട്ടാണ് നമ്മൾ ചക്രവർത്തിയെ കാണുന്നത്. ചക്രവർത്തി എന്നാണ് പ്രണയിയെ ശരിക്കും അഭിസംബോധന ചെയ്യുന്നത്. ചക്രവർത്തി അതിട്ട് സന്യാസി തുടങ്ങിയിട്ട് അതുപോലെ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. എല്ലാ പാട്ടുകളും എല്ലാ കാണുന്ന അഭിസംബോധനയാണ്. അങ്ങനെ തുടങ്ങുന്ന പാട്ടിന് എത്രയോ പാട്ടുകളുണ്ട്. അങ്ങനെ ചക്രവർത്തിനെ നിനക്കുഞ്ഞാനന്റെ ശില്പഗോപുരം ഈ ശില്പഗോപുരം എന്ന് പറയുന്നത് മാത്രം നമ്മൾ അതിന്റെ രചനയുടെ ഒരു സൗന്ദര്യം നോക്കിയാട്ടെ. അവിടെ ഒരുപക്ഷെ ഏറ്റവും വലിയ നമ്മൾ പറയുന്നത് രമണീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനപ്പുറത്ത് രമണീയത എന്ന് പറയുന്നത്, അതിനപ്പുറത്ത് വിശ്വത്വം, ഒരുപാട് നമുക്ക് അതിന് ആലങ്കാരികമായിട്ട് ഭാഷകൾ ഒരുപാട് തലങ്ങളിലേക്ക് വിശേഷം കൊണ്ടുപോകാൻ സാധിക്കും.
അത്രമാത്രം സൗന്ദര്യമാണ് ഒരു വാക്കിന്. ചക്രവർത്തിയെ നിലനിൽക്കാനുള്ള ശില്പഗോപുരം നിലനിൽക്കുകയാണ്. ആ ശില്പത്തിലേക്ക് കടന്നു വരുന്ന ചക്രവർത്തിയുടെ ഒരു സൗന്ദര്യം പുഷ്പവാദം നമ്മൾ അത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഒരു സൗന്ദര്യമാണ്. അപ്പൊ സംസ്കാരത്തിന്റെ പ്രതീകമായിട്ടാണ് പുഷ്പവാതകം ധരിച്ചുള്ള പ്രണയിനി പുഷ്പവാതകം വെച്ചത് ഇന്നത്തെ പാതയായിട്ട് അകത്തു വരിക എന്നുള്ളത് മാത്രമല്ല പിന്നീടുള്ള എന്ന് പറയുന്നത് അതിനേക്കാൾ മനോഹരമാണ്. അതല്ലേ സാലപക്ഷികൾ കൈകളിൽ കുസുമ സാലമേന്തി വരവേൽക്കും പഞ്ചലോക മണി മന്ദിരങ്ങളിൽ മണ്ണിളക്കുകൾ നോക്കും. നമ്മൾ നോക്കണം സാലപക്ഷികളോട് നമുക്കറിയാം സാലപക്ഷികളറിയാം ആ സാധാരണ സങ്കല്പവുമായിട്ട് ചേർക്കുന്ന പ്രതീകമാണ്. അപ്പോ ഈ പ്രതിമകളൊക്കെ തന്നെയും കൈകളിൽ താരവുമായിട്ട് ഇങ്ങനെ വിശ്വതാരവുമായിട്ട് വളരെ അത്രമാത്രം. അതുപോലെ തന്നെ എല്ലാ സാധാരണ മനോഹരമാണ് കൽപ്പനവയിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളൊക്കെ. അതാണ് വയനാടിന്റെ മറ്റൊരു സവിശേഷത. നമ്മൾ പല്ലവിയിലുള്ളതും അനുപല്ലവിയും സന്നദ്ധവും അതിലെ പറയുന്നത് ഇവിടെ പ്രണയിയെ വാക്കുവാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. തന്നെ അവിടെ അതിന്റെ ഏറ്റവും മുഖ്യമായ വാക്യം എന്ന് പറയുന്നത് മനുഷ്യരിലെ മനുഷ്യയിലെയും അവിടെ ലജ്ജ കൊണ്ട് ഞാൻ നിന്നെ മൂടുമെന്ന്. മത്സ്യങ്ങളിലെ മനുഷ്യശൈലിയിൽ ലജ്ജ കൊണ്ട് ഞാൻ മൂടുമെന്ന് പറഞ്ഞില്ലെല്ലാം പേര് അതാണ് ലക്ഷ്യം വെക്കുന്നത്. അവിടെ സംവിധായകരും രംഗതാകൃത്തുമൊക്കെ വയനാടിന്റെ ആവശ്യമുള്ള ആ കഥാസന്ദർഭം കണ്ടു എന്ന് പറയുന്നത് ഇതാണ്. മത്സ്യങ്ങളിലെ മനുഷ്യശൈലിയിൽ പിന്നെ ഞാൻ മൂടും ലജ്ജ കൊണ്ട് ഞാൻ മൂടുമെന്നാണ്. ഇത് അത് ചെയ്യാനായിട്ട് പ്രയോഗിക്കുന്ന ഭാഷകളിൽ കൊണ്ടുവരുന്ന സാധനം എന്ന് പറയുന്നത് നമുക്ക് അത് ആഴങ്ങളെ കൊണ്ടുപോഴാണ്. ഓരോ വാക്കും നമ്മെ ഏതോ ഒരു ലോകം അതെന്താണ് സന്യാസികൾ സന്യാസികളുടെ എങ്ങനെ അഭ്യസിക്കുന്നത്. ഓരോ പ്രയോഗവും മലയാളി സംബന്ധിച്ചിടത്തോളം ഗവേഷണ ചാരിതയോടെ ഒരു നമ്മുടെ കൗതുകത്തോടെ നോക്കിക്കാണാവുന്ന അത്രയും വലിയ ആഴങ്ങളെയാണ് പ്രയോഗം കടന്നു പോകുന്നത്. ഇതൊക്കെ പിന്നീട് പറയുന്ന അല്ല ആള് പുണ്യാശ്രമത്തിൽ അങ്ങനെ ഓരോന്നും ഇതിനേക്കാൾ മനോഹരമാണ് ഈ പ്രണയഗാനം എന്ന് പറയുന്നത്. പ്രണയഗാനങ്ങളുടെ ഒരു പട്ടിക എടുത്താൽ ഞാൻ പറഞ്ഞല്ലോ 2000 ഏകദേശം 3000 ഗാനങ്ങൾ എഴുതിയ വയനാടിന്റെ ഒരു നമ്മൾ 1000 വാക്കുകൾ പ്രണയഗാനമായിരുന്നു. സുമന്തൻ മനസ്സില ശാഖയിലേക്ക് ഇദ്ദേഹം ഇങ്ങനെ മാറ്റപ്പെട്ടപ്പോൾ നമുക്കൊരു വലിയ കവിയെ നാടകം നാടകം സിനിമയാകുമ്പോ അവിടെ ആ കവിക്ക് വരുന്ന പ്രയാസം എന്ന് പറയുന്നത് പരിമിതി എന്ന് പറയുന്നത് ഗാനം എഴുതുമ്പോ നമ്മൾ സിനിമ രംഗതാക്കളോ ആവശ്യപ്പെട്ടുള്ള സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ യഥാർത്ഥ കവിത എഴുതേണ്ടത്. അതുകൊണ്ട് അവിടെ അവിടുത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ഏറ്റവും
സ്വപ്നം കാണുകയാണ്. അപ്പൊ അതിനാണ് സ്ത്രീകൾ ഇത് വിവാഹത്തിന് മുമ്പ് ഏകാന്ത രാത്രികളെ വിവാഹ മുഹൂർത്തങ്ങളെ കുറിച്ചും യാത്രകളെ കുറിച്ചും ഒക്കെ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. പക്ഷെ ആ സ്വപ്നത്തിന് ഭാഗമായിട്ടുള്ള നായിക കുഷ്ഠരോഗത്തിന് വളർന്നു ഒരിക്കലും പിന്നീട് അതിന്റെ മറ്റൊരു പാട്ട് എവിടെയാണ് വാസ്തവികത പറയുന്നത് കാമുകൻ സമീപിക്കുന്നതെന്നും അല്ലെ സ്ത്രീകളെ എങ്ങനെയാണ്. അപ്പോ ഈ ഒരു സമയത്ത് അത് എത്രമാത്രം നമ്മള് പക്ഷെ ഇന്ന് അങ്ങനെ ഒരു രചന നടത്തുകയാണെങ്കിൽ അത് പക്ഷെ സ്ത്രീപക്ഷവാദികളൊക്കെ തന്നെ നിശ്ചിതമായിട്ട് വിമർശന വിധേയമാക്കുന്നു എന്നുള്ളതാണ്. താഴെ തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിറങ്ങുന്ന ചെറുപ്പക്കാരി വാതിൽ അടയ്ക്കുകയില്ല, കാറിൽ നിന്ന് ഞാൻ ഉറക്കുകയില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ എത്രമാത്രം ആഴത്തുള്ള അർത്ഥങ്ങളാണ്. പിന്നെ ആരും കാണാത്ത ഒരു അന്തപുരത്തിൽ ആരാ ഉറക്കും ഞാൻ എന്തോ മുഴുവൻ ഉറക്കുന്നേ പുഴയുടെ പൂജയ്ക്ക് ഒരുങ്ങുമ്പോൾ നീല കാർവർണ്ണനായി നിൽക്കുകയാണുള്ള. പിന്നെ തിങ്കളാഴ്ച ഉയർന്നു ഞാൻ മുടങ്ങും. മാത്രമല്ല തിരുവില്ലാമലയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇളനീർ ഗുണം ഒരുപക്ഷെ നമ്മുടെ സഭ്യതയുടെ ചേരുവകൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകും. പക്ഷെ അതൊന്നുമല്ല. അതൊക്കെ നമ്മള് യഥാർത്ഥ മലയാളി വാങ്ങുന്നതിന് പിന്നെ അതിനേക്കാളും പിന്നെ മറ്റൊരു മനോഹരമായിട്ടുള്ള പാട്ടെന്ന് പറയുന്നത് പെരിയാറിനെ പിന്നെ അതൊക്കെ ഒരുപാട് പാട്ടുകൾ പാടാമെന്ന് പറയാൻ. പക്ഷെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മള് കയ്യിലൊരു ഇന്ദ്രധനുഷുമായിട്ട് ഈ കാറ്റത്ത് പെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു ലാവശ്യമായിട്ട് അതോടൊപ്പം തന്നെ ഇനിയും ചന്ദ്രകളഭം ചാത്തി വളർന്ന ഈ തീരത്ത് പ്രണയിച്ച് തീരാതെ ഒരുപക്ഷെ സ്നേഹിച്ച് മതിവരാതെ ഇനിയും പറക്കാനായിട്ട് ഇനിയും ജന്മം തരുമോ എന്ന് ചോദിച്ചു പോയത് നമ്മുടെ മലയാളിയെ ഇത് ഏതൊരു ആളിനെയും വയലാറിനെ ആസ്മരികമായിട്ടുള്ള തന്റെ രചനാ തന്ത്രത്തിലൂടെ വൈഭവത്തിലൂടെ നമ്മളെയൊക്കെ ഏതൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏറ്റവും അവസാനം ആലുവ ഗസ്റ്റ് സമീപത്ത് വെച്ച് അതുപോലെ പിന്നെ എന്താ പറയണ്ടേ നമ്മുടെ മൂടൽ മഞ്ഞ് മുല്ലക്കച്ച അതൊക്കെ പീരുമേട്ടിലെ ഗസ്റ്റ് ഹൗസ് ഇങ്ങനെ പലർക്കും അതൊക്കെയാണ് താവളം എഴുത്തിന്റെ മേഖലയായി പറയുന്നത്. അവിടെ പാടി നിർത്തുകയാണ്. ഇനിയും ഇങ്ങനെ വയലാറിലും നമ്മുടെയൊക്കെ ഇടയിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ സുഹൃത്തുക്കൾ അംഗങ്ങൾക്കുള്ള കടപ്പാടും ആധികാരി പ്രത്യേകിച്ച് സ്വന്തം പ്രിയ സുഹൃത്തുക്കൾ എന്ന കാലം
ഞങ്ങൾക്ക് പ്രചോദന പ്രോത്സാഹനവും നൽകിയിട്ടുള്ള ശ്രീ വിനോദ് തണ്ടകൈ, സുനിൽ വേണം സ്നേഹപൂർവ്വം നന്ദി. മനോഹര ഈ നാട്ടിൽ വേളയിലേക്ക് ഞങ്ങളെ പരിചയപ്പെടുത്തിയ ഞങ്ങളുടെ ആത്മവിദ്യ ശ്രീ ഷൈജു കടയല്ലോ, അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കട്ടെ. തന്നെ ഈ കുറിച്ചുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും ശ്രീ ഷൈജു കടയന്നൂരുമായി ബന്ധപ്പെടാൻ ഷൈജു കടയന്നൂർ നന്മ പ്രോഗ്രാം ഏജൻസി കണ്ണൂർ. ഞങ്ങളുടെ പ്രിയ സുഹൃത്തിന്റെ വിലാസം ഒരിക്കൽ ഷൈജു കടയൻ നക്ഷത്ര പ്രോഗ്രാം ഏജൻസി ചക്കര കണ്ണൂർ. ഫോൺ 85 64 57 56. ഇന്നത്തെ അവതരണത്തിന് എപ്പോഴും രീതിയിൽ ശബ്ദവിന്യാസം നടത്തി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ചാലോട് സന്തോഷമുണ്ട്. അതിൽ കലായ സമയം പെട്ടെന്നത് ഞങ്ങൾ സ്നേഹം ഒരു വ്യക്തി നിങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആരോഗ്യം